ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ലൊരു വിഷുവായിട്ട് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിശ്വാസംസകൾ നേർന്നുകൊണ്ട് നമ്മുടെ കഥയിലേക്ക് കിടക്കുക കേട്ടോ. നിരഞ്ജനയാണെങ്കിൽ പറഞ്ഞ് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കൊടുത്ത് അവളെ ഭയങ്കര ബോൾഡാക്കി മാറ്റി നമ്മുടെ ജാനകി ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ ജാനകിയടുത്ത് പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് നമ്മുടെ നിരഞ്ജന ഭയങ്കര ധൈര്യമായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുക്കളപ്പണിയൊക്കെ എടുത്ത് മടുത്ത് ഒരു പരുവായി മുറിയിൽ വന്ന് കണ്ണാടിയിൽ നോക്കി സ്വയം നിന്ന് കരയുവാണ്. അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രഭാവതിയുടെ മുന്നിലേക്ക് ഇതേ വന്ന് നിൽക്കുന്നു സൂര്യ. അപ്പോൾ സൂര്യ വന്ന് പ്രഭാവതിയെ വിളിച്ചു. പ്രഭാവതി തിരിഞ്ഞു നോക്കിയപ്പോൾ സൂര്യയുടെ ആത്മാവ് വന്ന് നിൽക്കുന്നു. ഞെട്ടിപ്പോയി. അപ്പം നീ എന്തിനാ പ്രഭേ എന്നെ കണ്ട് പേടിക്കുന്നേ? ഇത് ഞാൻ തന്നെയാണെന്ന് സൂര്യ നേരത്തേക്കും പ്രഭാവതിയോട് പറയുക കേട്ടോ. കണ്ണുള്ളപ്പോഴേ കണ്ണിൻ്റെ വില അറിയില്ല എന്ന് നിനക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായില്ലേ എന്ന് സൂര്യ പ്രഭാവതിയോട് ചോദിക്കുന്നു. അപ്പോഴും പേടിച്ച് വിറച്ചാട്ടോ പ്രഭാവതി ഇങ്ങനെ നിൽക്കുന്നത്. അന്നേരം അദ്ദേഹം പതുക്കെ എഴുന്നേറ്റ് പ്രഭാതിയുടെ അടുത്തേക്ക് ചെന്നു. പ്രഭേ, ഇത് എന്തൊരു കോലമാടോ തൻ്റേത്? ദേ അളകാപുരിയിൽ വന്നതിന് ശേഷം ദേ ഒരു മഹാറാണിയെ പോലെ ജീവിച്ചിരുന്നവളല്ലേ നീ? ഇപ്പോഴെന്താ നിന്റെ കോലം ഇങ്ങനെയായിരുന്നു ചോദിച്ചു. ഇപ്പോൾ നിന്റെ അവസ്ഥ എന്താണെന്നൊക്കെ ചോദിച്ച് മക്കൾക്കും മരുമക്കൾക്കും വേണ്ടി നീ അടുക്കളപ്പണി ചെയ്യുന്നു, വെച്ചു വിളമ്പിയ എച്ചിൽ പാത്രം കഴുകുന്നു, നിലം തുടയ്ക്കുന്നു, അങ്ങനെ എല്ലാ ജോലികളും ചെയ്യാറായല്ലേ എന്നൊക്കെ ഇങ്ങനെ അദ്ദേഹം ചോദിക്കും കേട്ടോ. ഞാൻ ഇത്രയും പെട്ടെന്ന് പോകാൻ കാരണമേ ദേ നിന്നെ ഓർത്തുള്ള എൻ്റെ വേദന ഒന്നുകൊണ്ട് മാത്രമാണെന്ന് നിനക്കറിയാവുന്നതല്ലേ എന്നൊക്കെ സൂര്യയുടെ ആത്മാവ് ചോദിക്കുക. നീ എൻ്റെ അരികിലൊന്നും വരാൻ കൊതിക്കാത്ത ഒരു ദിവസം പോലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്നും ആ ഒരു നീറ്റിലെന്നും എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു എന്നൊക്കെ അദ്ദേഹം പറയുവാണ്. നിന്റെ വാക്കിന് എന്നാണ് പ്രഭേ ഞാൻ വില തരാതിരുന്നിട്ടുള്ളത്? നിന്നെ ഞാൻ അവഗണിച്ചിട്ടുള്ളത് എന്നാ? ഞാനൊരു ആധാരം എഴുതി, പക്ഷേ നീ അത് എതിർത്തപ്പോൾ ഞാനത് റദ്ദ് ചെയ്തില്ലേന്ന് ചോദിച്ചു. അപ്പോഴും പ്രഭാതി കരഞ്ഞുകൊണ്ട് തന്നെ നിൽക്കുക. നിന്റെ മുന്നിൽ തല കുനിക്കുക മാത്രമല്ലേ ഞാൻ ചെയ്തുള്ളൂ എന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. പ്രഭാവതിക്ക് മറുപടിയില്ല. പ്രഭാവതി നിന്ന് കരച്ചില്ല. എന്നിട്ടും നിനക്ക് എന്നോട് ക്ഷമിക്കാൻ കഴിഞ്ഞില്ലെന്നും നീ എന്നും എന്നോട് വെറുപ്പ് മാത്രമേ കാണിച്ചുള്ളൂ എന്നുള്ള കാര്യം പറഞ്ഞു. ഓരോ ദിവസം കൂടുന്തോറും എന്നോടുള്ള വെറുപ്പിൻ്റെ ആഴം കൂട്ടാനാണ് നീ ശ്രമിച്ചുകൊണ്ടിരുന്നതെന്നുള്ള കാര്യങ്ങളിങ്ങനെ അദ്ദേഹം പറയുവാണ്. അതും പ്രഭാവതി കരഞ്ഞുകൊണ്ട് നിന്നിങ്ങനെ കേൾക്കുക കേട്ടോ. ഞാൻ നിന്നോട് ചെയ്ത ആ ഒരു ദ്രോഹം എന്താണെന്ന് ചോദിച്ചു. എനിക്ക് മറ്റൊരു സ്ത്രീയിൽ ജനിച്ച കുഞ്ഞിനെ നിന്നിൽ അടിച്ചേൽപ്പിച്ചതാണോ എന്ന് ചോദിച്ചു. അതോ നീ വളർത്തിയതൊരു വിഷസന്തതിയാണെന്ന് നെഞ്ചിൽ കൈവച്ച് നിനക്ക് പറയാൻ കഴിയുമോ എന്ന് ചോദിച്ചു. നീ പ്രസവിച്ച മക്കളേക്കാൾ അഭി എന്നും നിന്നെ സ്നേഹിക്കുന്നുണ്ട്, സ്നേഹിച്ചിട്ടേ ഉള്ളൂ എന്നുള്ള കാര്യങ്ങളും സൂര്യ പറയൂ കേട്ടോ. പക്ഷേ അവനിപ്പോൾ ഓരോട്ടത്തിലാണെന്നും അതുകൊണ്ട് മാത്രമാണ് നിന്റെ വേദനകളെ അവന് കാണാൻ കഴിയാതെ പോയതെന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പ്രഭാവതി ഇങ്ങനെ അന്തം വിട്ടിങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. നീ വിശ്വസിച്ച് സ്നേഹിച്ച നിന്റെ ഒരു മരുമകൾ എൻ്റെ അമ്മയെ ഒരു അഗതി മന്ദിരത്തിൽ കൊണ്ടുപോയി തള്ളിയില്ലേന്ന് ചോദിച്ചു. എല്ലാം നിന്ന് ഇങ്ങനെ കേട്ട് കണ്ണിൽ നിന്ന് കണ്ണുനീര് ഒഴിപ്പിച്ചിങ്ങനെ നിൽക്കുക. നിന്റെ മക്കള് ആരെങ്കിലും അതിനെതിരെ ഒരു ചെറുവിരൽ അനക്കിയോ എന്ന് ചോദിച്ചു. ഇനി ഞാൻ നിന്നെ ഇതുപോലെ എവിടെ വന്ന് കാണേണ്ടി വരിക എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴും പ്രഭാവതി ഇങ്ങനെ അന്തം വിട്ട് നോക്കുക. എന്നെ ഓരോ തവണയും വീഴ്ത്തിയത് നീയാണെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ആ ഉള്ളിലെ വിഷമവും നീരസമൊക്കെ പറയുക. 10-30 കൊല്ലം ഒരുമിച്ച് ജീവിച്ചിട്ടും നിനക്കെന്നെ മനസ്സിലാക്കാൻ കഴിയാതെ പോയെന്നൊക്കെ അദ്ദേഹം പ്രഭാവതിയോട് പറയുന്നുണ്ട്. ഞാൻ വീണു പോയിട്ടും കുറ്റബോധം തോന്നി നീ എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇന്നും ജീവിച്ചിരുന്നേനെ, ഞാൻ എഴുന്നേറ്റേനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ ഓരോന്ന് സങ്കടത്തോടെ ഇങ്ങനെ പറയുമ്പോഴും പ്രഭാവതി നിന്ന് കരച്ചിൽ. കുറേ കാലം കൂടി നമുക്ക് ഒരുമിച്ച് ജീവിക്കാമായിരുന്നില്ലേ എന്നും പ്രഭാവതിയോട് അദ്ദേഹം ചോദിക്കുക. നിനക്കിന്ന് ഈ ഒരു ഗതി വരുമായിരുന്നില്ല എന്നും പറഞ്ഞു. അങ്ങനെ പറയാനുള്ള കാര്യങ്ങളൊക്കെ പറയുവാണ്. ഭർത്താവ് കണ്ണടയുന്നത് വരെയുള്ളൂ ഒരു കുടുംബിനിക്ക് അവളുടെ സ്വാതന്ത്ര്യമെന്ന് നീ തിരിച്ചറിയാതെ പോയി എന്നൊക്കെ പറഞ്ഞ് നിനക്കിപ്പോൾ അതിൻ്റെ തിരിച്ചടികളാണ് കിട്ടുന്നതെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഇങ്ങനെ ഉപദേശിക്കുക. അപ്പോൾ നിങ്ങൾ എന്നെ ഓർക്കുന്നില്ല എന്ന് സദാസമയവും ഭർത്താവിനോട് പരാതി പറയുന്ന ആ ഒരു ഭാര്യയുടെ കഥ നീ വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. സഹി കേട്ട് ഒടുവിൽ അയാൾ പറഞ്ഞത് എന്താണെന്ന് നിനക്കറിയാവോ എന്ന് ചോദിച്ചു. നീ എൻ്റെ വലത് കൈയിലെ ചൂണ്ടുവിരലാണ് എന്നാണെന്ന് അദ്ദേഹം പറയുവാണ്. ഭർത്താവിൻ്റെ ചൂണ്ടുവിരലിലാണ് ഭാര്യയെന്നും ആ ഒരു വിരൽ കൊണ്ടാണ് ജീവിക്കുന്നതെന്ന് അറിയാമെങ്കിലും എപ്പോഴും ചൂണ്ടുവിരലിനെ ലാളിച്ചിരിക്കാൻ അയാൾക്ക് കഴിയുമോ എന്ന കാര്യവും അദ്ദേഹം തിരിച്ചു ചോദിക്കാട്ടോ. അപ്പോൾ അതറിയേണ്ടത് ഭാര്യയാണെന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നു. പ്രഭാവതി കുറ്റബോധത്തിൻ്റെ നെറുകയിലാണ് കയറി നിൽക്കുന്നത്. പക്ഷെ ഒരു കാര്യമില്ലെന്ന് പ്രഭാവതിക്ക് അറിയാം. അങ്ങനെ പ്രഭാവതി അവിടെ നിന്ന് വിങ്ങി പൊട്ടി ഇങ്ങനെ കരച്ചിലുമായിട്ട് നിൽക്കുക. പ്രഭേ,
ദേ നിനക്കെന്നെ അറിയാൻ കഴിയാതെ പോയി, അവിടെയാണ് നീ തോറ്റുപോയത്. നീ എൻ്റെ ചൂണ്ടുവിരലായിരുന്നു എന്നും, പക്ഷേ നീ അത് തിരിച്ചറിഞ്ഞില്ല. നീ അത് എൻ്റെ നേരെ തന്നെ നീട്ടിവെക്കുകയാണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം എല്ലാം പറഞ്ഞു. അപ്പം തകർന്നു പോയത് ആരാ? എൻ്റെ ഇടനെഞ്ചാണെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പറഞ്ഞിട്ട് അങ്ങ് പോയി. നോക്കുമ്പോൾ എന്താ, അദ്ദേഹം അവിടെ ഇല്ല. പ്രഭാവതി അവിടെ നിന്ന് ഭയങ്കര കരച്ചിൽ, താൻ ചെയ്തു പോയ തെറ്റുകളെ പറ്റി ആലോചിച്ച് തല പൊട്ടിക്കിടന്ന് കരയുക. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നേരം വെളുത്ത് നമ്മുടെ ജാനകി അമ്പലത്തിൽ പോയിട്ടോ. അമ്പലത്തിൽ പോയി അവിടെ നിന്ന് അമ്മയെ കണ്ടു കിട്ടണം എന്നുള്ളൊരു പ്രാർത്ഥനയിൽ മനസ്സുരുകി ഇങ്ങനെ നിൽക്കുക ദേവിയുടെ മുന്നിൽ. ഒപ്പം നമ്മുടെ നിരഞ്ജനയുണ്ട് കൂട്ടിന്. അങ്ങനെ രണ്ടുപേരും കൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഏട്ടത്തി അഭീഷ്ടസിദ്ധി പൂജയുടെ കാര്യങ്ങൾ രസീതാക്കിയില്ലെന്ന് ചോദിച്ചു ഈ നിരഞ്ജന. അപ്പോൾ എൻ്റെ ഒരു ആത്മധൈര്യത്തിന് വേണ്ടി അഭീഷ്ടസിദ്ധി പൂജ നടത്താൻ പറഞ്ഞു എന്ന് ജാനകി അന്നേരം നിരഞ്ജനോട് പറഞ്ഞു. എനിക്ക് എൻ്റെ അമ്മയെ കണ്ടെത്താൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ദേവി എനിക്ക് കാണിച്ചു തരുമെന്നുള്ള കാര്യം ജാനകി ഇങ്ങനെ പറയും. അപ്പോൾ ജാനകി അത് പറഞ്ഞപ്പോൾ നിരഞ്ജനെ നോക്കി നിൽക്കും കേട്ടോ. എത്ര നാളായി തുടങ്ങിയ ഒരു അലച്ചിലാണിതെന്ന് നിനക്കും നന്നായി അറിയാവുന്നതല്ലേ എന്ന് ജാനകി ചോദിച്ചു. ഈ ഒരു പൂജയിൽ ദേവിയുടെ മനസ്സറിയാനാണെന്ന് പറയുമ്പോൾ പൂജ കൊണ്ട് എങ്ങനെയെടുത്തി അതൊക്കെ അറിയുന്നതെന്ന് ചോദിച്ചു ഈ നിരഞ്ജന. അപ്പോൾ അഭിഷ്ടസിദ്ധി പൂജയ്ക്ക് 2 പൂക്കളാണ് ദേവിയുടെ മുന്നിൽ വെക്കുക. പൂജ കഴിഞ്ഞ് കിട്ടുന്ന ആ ഒരു പ്രസാദത്തിൽ ചുമന്ന പൂക്കളാണെങ്കിൽ ആ ഒരു ഫലസിദ്ധി ഉറപ്പാണെന്നും, വെള്ളപ്പൂക്കളാണെങ്കിൽ ആഗ്രഹം നടക്കുകയില്ല എന്നുള്ള കാര്യങ്ങളും ജാനകി ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അമ്മയെ കണ്ടെത്താനുള്ള ആഗ്രഹം എൻ്റെ മനസ്സിൽ വീണപ്പോൾ തന്നെ അഭീഷ്ടസിദ്ധി പൂജ നടത്താതിരുന്നത് അമ്മയെ കണ്ടെത്താൻ പറ്റുമെന്നുള്ളൊരു ഉത്ഭയം കൊണ്ട് തന്നെയാണെന്ന കാര്യം ജാനകി പറഞ്ഞു. അപ്പോൾ ഇനിയും എനിക്ക് ഈ ഒരു ഭാരം താങ്ങാൻ കഴിയില്ല എന്നും പറഞ്ഞു. ഏട്ടത്തി അമ്മയെ അന്വേഷിച്ച് ഇനി എവിടെയെങ്കിലും ഏട്ടത്തി പോകുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ എൻ്റെ ഒരു പഴയ കൂട്ടുകാരി അവളുടെ വീടിനകത്തൊരു ശരണാലയം ഉണ്ട് എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ടെന്നും, അതറിഞ്ഞപ്പം മുതൽ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് ദേവിയുടെ മുന്നിലേക്ക് ഞാൻ ഓടി വന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ ജാനകി ഇങ്ങനെ നിരഞ്ജനോട് പറയൂ കേട്ടോ. നന്നായി പ്രാർത്ഥിച്ചോ ജാനേട്ടത്തി, ഏട്ടത്തിയുടെ ആഗ്രഹം തീർച്ചയായിട്ടും സാധിക്കുമെന്നും പറഞ്ഞിങ്ങനെ നിരഞ്ജന പറഞ്ഞു. പിന്നെ ജാനകി നിരഞ്ജനയുടെ ചുറ്റും ഉള്ള ചെറിയ അമ്പലങ്ങളെല്ലാം തൊഴുത് പ്രാർത്ഥിച്ച് ശ്രീകോവിൻ്റെ മുന്നിൽ വന്നു. അപ്പോഴത്തേക്കും അവിടുത്തെ തിരുമേനി പ്രസാദമായിട്ട് വന്നു. പ്രസാദം വന്ന് നമ്മുടെ ജാനകിയുടെ കയ്യിലേക്ക് കൊടുക്കുക. ജാനകിയാണെന്നുണ്ടെങ്കിൽ മനസ്സുരുക്കി പ്രാർത്ഥിക്കുന്നു. അതിനേക്കാളും വലിയ പ്രാർത്ഥനയായിട്ടാണ് നമ്മുടെ നിരഞ്ജന നിൽക്കുന്നത്. അദ്ദേഹത്തിന് ദക്ഷിണയൊക്കെ കൊടുത്തിട്ട് ജാനകി ഇങ്ങനെ ഇത് തുറക്കാൻ വേണ്ടി ആകാംക്ഷയോടെ നിൽക്കുക കേട്ടോ. അങ്ങനെ 2 പേരും കൂടെ അപ്പുറം മാറി നിന്ന് സകല ദൈവങ്ങളെയും വിളിച്ച് ഈ പ്രസാദം തുറന്നു നോക്കാം. അപ്പോൾ എൻ്റെ ആഗ്രഹം സാധിച്ചു തരണേ ദേവി എന്നും പറഞ്ഞു. അങ്ങനെ നമ്മുടെ ജാനകി അത് തുറന്നു നോക്കുമ്പോൾ കാണുന്നത് അതിനകത്ത് ചുമന്ന പൂക്കൾ. ആ ചുമന്ന പൂ കണ്ടപ്പോൾ തന്നെ ജാനകിയുടെ മനസ്സ് നിറഞ്ഞു. അപ്പോൾ ഏട്ടത്തി ചുമന്ന പൂക്കളാണല്ലേ എന്ന് നിരഞ്ജന ചോദിച്ചു. അപ്പോൾ അതേന്ന് പറഞ്ഞു. എന്നാൽ നമുക്ക് പോയാലോ ഏട്ടത്തി, എനിക്ക് ഒരാളെ കാണാനുണ്ടെന്നും, നിരഞ്ജന ഇന്ന് മുതൽ അച്ഛൻ്റെ ഓഫീസിൽ പോവല്ലേ എന്നും ചോദിച്ചു ജാനകി. ഞാൻ വീട്ടിലെത്താൻ കുറച്ച് ലേറ്റ് ആകുമെന്നും നീ എന്നെ കാത്തു നിൽക്കണ്ട കേട്ടോ എന്നും ഇങ്ങനെ ജാനകി പറയുമ്പോൾ ഇനി ഏട്ടത്തിക്ക് എവിടെയാണ് പോകേണ്ടതെന്ന് വെച്ചാൽ ഞാൻ അവിടെ ഇട്ടിട്ട് പൊക്കോളാമെന്ന് പറഞ്ഞു നിരഞ്ജന. ശരിയെന്നും പറഞ്ഞ് 2 പേരും കൂടെ പോവുക. ഈ സമയത്ത് അച്ഛൻ വന്നപ്പോൾ മോള് ചായയൊക്കെ ഇട്ട് അച്ഛന് കൊണ്ടുവന്ന് കൊടുക്കുക. അപ്പോൾ അച്ഛന് ചായയൊക്കെ കൊണ്ടുവന്ന് കൊടുത്തിട്ട് 2 പേരും കൂടി ഇങ്ങനെ സോഫയിൽ ഇരിക്കുവാണ്, വീടിൻ്റെ തകർച്ചയെ പറ്റിയൊക്കെ ആസ്വദിച്ച് പറയാനും ഒക്കെ ആയിട്ട്. മുത്തശ്ശിയുടെ കാര്യത്തിൽ ഇവിടെ ആരെങ്കിലും ശബ്ദം ഉയർത്തുമെന്നാണ് ഞാൻ കരുതിയത്. ഇപ്പോൾ അവരൊഴിവായി കിട്ടിയതിൽ എല്ലാവരും ആശ്വസിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു അപർണ. അപ്പോൾ ആർക്ക് വേണ്ടടി മോളെ അവരെ പറ്റി നല്ലത് പറയാൻ ഈ വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ തമ്പി ചോദിച്ചു. തരാതരം പോലെ പക്ഷം പിടിച്ചു നിന്ന് തമ്മിൽ തല്ലുകയല്ലേ തലയുടെ പ്രധാനപ്പെട്ട വിനോദം എന്നൊക്കെ ചോദിക്കുമ്പോൾ അംബികയെ വിളിച്ചാൻ പറഞ്ഞിട്ടുണ്ട് അവരോട് ഒരു കാരുണ്യം കാണിക്കരുതെന്ന്. അപ്പം നളിനിയുടെ കയ്യിൽ അവരെ കിട്ടിയിരിക്കുന്നത്. നളിനിയെ അവരിവിടെ ഇട്ട് ചവിട്ടി അരച്ചിട്ടുണ്ട്, അവള് പകരം വീട്ടാതെ ഇരിക്കുമോ എന്നും പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ജാനകി അങ്ങോട്ടേക്ക് വരുന്നത്. ജാനകി വന്നപ്പോൾ അവള് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുക. ജാനകി ഇവരെ കണ്ടു മൈൻഡ് പോലും ചെയ്യാതെ മുകളിലോട്ട് കയറി പോവുക. അപ്പോഴത്തേക്കും തമ്പി ഒന്ന് നിന്നേ എന്നും പറഞ്ഞ് ജാനകിയുടെ അടുത്തേക്ക് ചെല്ലുന്നു കേട്ടോ. ജാനകി മൈൻഡ് പോലും ചെയ്യാൻ നിൽക്കുവാണ്. നീ നിന്റെ അമ്മയെ തേടി നടക്കുന്ന കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു. അപ്പോൾ എങ്ങനെയാ കാര്യപരിപാടികൾ, ഓർഫനേജുകൾ കയറി ഇറങ്ങിയാണോ പര്യടനം നടത്തുന്നത് എന്നൊക്കെ ഇങ്ങനെ ഈ തമ്പി ജാനകിയോട് ചോദിച്ചപ്പം ഒന്നും മിണ്ടാതെ ജാനകി ഇങ്ങനെ നിൽക്കുക. എൻ്റെ പൊന്നച്ചാ, എന്തു പറഞ്ഞാൽ ഇവളുടെ ഈ ഒരു അന്വേഷണം വന്ന് എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല എന്ന് അപർണ അന്നേരം പറഞ്ഞു. ജാനകി അതിനൊന്നും മിണ്ടിയില്ല. ഓരോ അനാഥാലയത്തിൻ്റെയും മുന്നിൽ ചെന്ന് അത്താഴപ്രശ്നിക്കാരുണ്ടോ എന്ന് ചോദിക്കുന്നത് പോലെ എൻ്റെ അമ്മ എവിടെയുണ്ടോ, എൻ്റെ അമ്മ എവിടെയുണ്ടോ എന്ന് നീട്ടി അങ്ങ് ചോദിക്കേ, അല്ലയോ മോളെ? അപ്പോഴും ജാനകി ഒരു പുച്ഛത്തിലുള്ള ചിരി മാത്രം ഉണ്ടായിരുന്നുള്ളൂ. ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. എടീ, നിന്നെ ഇതിന് പറഞ്ഞു വിട്ടതിന് ഞാൻ സമ്മതിച്ച് തന്നിരിക്കുന്നു. അപ്പം അത് ശരിയാ, പെണ്ണിനെ മനസ്സിലാക്കുന്ന ഒരു പുരുഷനെ കിട്ടാനും വേണം പുണ്യം എന്ന് നമ്മുടെ ജാനകി പറയുമ്പോൾ
എടി ഭാര്യയ്ക്ക് വേണ്ടി ഏതെങ്കിലും അനാഥാലയത്തിൽ മക്കൾ ഉപേക്ഷിച്ച ഒരു സ്ത്രീയെ വേഷം കെട്ടിച്ച് കൊണ്ടുവരോടി മോളെ അവൻ അതല്ല അതിനപ്പുറവും ചെയ്യും. ഒരു കിളവിത്തള്ളി ഇപ്പോൾ വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി തള്ളിയതേ ഉള്ളൂ. അങ്ങനെ വല്ല ഉടായിപ്പുമായിട്ടൊക്കെ ഇറങ്ങിയ പൊളിച്ചടിക്ക് തമ്പി കൈ തരുമെന്ന് തമ്പി. പിന്നെ രണ്ടിനും തലയുയർത്തി പിടിച്ച് നടക്കാൻ കഴിയാതെ വരുമെന്നും പറയുമ്പോൾ എനിക്കത് നന്നായിട്ട് അറിയാമെന്നും എന്തായാലും ഞാൻ കൊണ്ടുവരുന്നതേ എൻ്റെ സ്വന്തം അമ്മയെയാണെന്ന് നിങ്ങളും മോളും എന്തായാലും അംഗീകരിച്ച് തരേണ്ടി വരുമെന്ന് ജാനകി അന്നേരം പറഞ്ഞു. ഇത് കേട്ടപ്പോൾ പിന്നെ എന്നും പറഞ്ഞുകൊണ്ട് അപർണ ഇങ്ങനെ നിൽക്കുക. എനിക്ക് ഇങ്ങനെ ഒരു വാശി ഉണ്ടാക്കി തന്നതേ നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്നല്ലേ എന്ന് ജാനകി അന്നേരം ചോദിച്ചു. പിന്നെ എന്നും പറഞ്ഞുകൊണ്ട് അച്ഛനും മോളും നിൽക്കുക കേട്ടോ. അതുകൊണ്ട് തന്നെ ആര് സമ്മതിച്ചില്ലെങ്കിലും അത് എൻ്റെ അമ്മയാണെന്ന് നിങ്ങൾ രണ്ടുപേരും വേണം സമ്മതിക്കാൻ കേട്ടോ. ആ വാശി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വേണം മോളെ, നിന്നെ ഞാൻ സമ്മതിച്ച് തന്നിരിക്കുവാടി മോളെ എന്ന് തമ്പി പറയുമ്പം അതെ ഇതൊരു സുഖമുള്ള വാശി തന്നെയാണെന്ന് ജാനകി അങ്ങ് പറഞ്ഞു. എന്നെ ഇളക്കി വിട്ടത് ആരാണോ അവരുടെ തലയിൽ എനിക്ക് കാലെടുത്ത് വെക്കണമെന്ന് നമ്മുടെ ജാനകി പറയുമ്പം രണ്ടുപേരും നോക്കുന്നു. എന്താടി മോളെ ഞാൻ ഇതിനൊക്കെ മറുപടി പറയേണ്ടത് എന്ന് ജാനകി കേൾക്കെ നമ്മുടെ തമ്പി ഇങ്ങനെ അപർണയോട് പറയുമ്പോൾ ഞാൻ ഇവളോട് പറഞ്ഞതാ അച്ഛൻ അമ്മയെ തേടി പോകാതെ അച്ഛനെ കണ്ടെത്താനായിട്ട്. അപ്പം അതിനുള്ള മറുപടിയും ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ എന്ന് ചോദിച്ചു. ജന്മം തന്നവൻ എനിക്ക് മൃഗതുല്യനാണെന്നുള്ളത് ഒരു പെണ്ണും സ്വയം നശിച്ച് ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ എന്തായാലും ഇറങ്ങി പുറപ്പെടില്ല. അവളുടെ ജീവിതം ചവിട്ടി അരച്ച് കടന്നു കളയുന്നവൻ മൃഗമല്ലാതെ മറ്റെന്താണെന്ന് ചോദിച്ചു ജാനകി. എന്നിട്ട് തമ്പിയുടെ നേരെ നോക്കിയിട്ട് എനിക്ക് അങ്ങനെ ഒരു മൃഗത്തിൻ്റെ മകളാകണ്ടെന്ന് തമ്പിയോട് പറഞ്ഞു. നമ്മുടെ തമ്പി തലയാട്ടിക്കൊണ്ടിങ്ങനെ നിൽക്കുക. 100 ജന്മം എടുക്കേണ്ടി വന്നാലും ജാനകി അത് ഒരിക്കലും ആഗ്രഹിക്കില്ല. അപ്പം 100 ജന്മം എടുത്താൽ പോലും നീ നിന്റെ അമ്മയെ കണ്ടെത്താനും പോകുന്നില്ല എന്ന് അപർണ അന്നേരം ജാനകിയെ വെല്ലുവിളിക്കുന്നു. മനസ്സിൽ ഈ മോഹവുമായി ഇനിയുള്ള കാലം നീ അലഞ്ഞുകൊണ്ടേയിരിക്കും ജാനകി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇതാക്കുക. ഇനി നിനക്ക് അതിൽ നിന്ന് യാതൊരു മോചനവും ഉണ്ടാകാനും പോകുന്നില്ല എന്നും പറഞ്ഞു. എവിടെയോ നിന്റെ അമ്മ നിന്നെ കാത്തിരിക്കല്ലേ പെറ്റുപേക്ഷിച്ച കുഞ്ഞിൻ്റെ ഇന്നത്തെ മുഖം അതൊന്ന് കാണാനായിട്ട്. നിനക്കിനി സ്വസ്ഥമായിട്ടൊന്ന് കണ്ണടയ്ക്കാൻ പോലും കഴിയത്തില്ല എന്നൊക്കെ അപർണ പറയുമ്പോൾ ജാനകി ചിരിച്ചു. എല്ലാം ഒരു ചിരിയിൽ അങ്ങ് നേരിടുക ജാനകി. നിന്നെ ഞാൻ അങ്ങനെ ഒരു കയറ് കൊണ്ട് ബന്ധിച്ചു കഴിഞ്ഞെന്നും എന്നാലും എനിക്ക് ആഗ്രഹമുണ്ട് കേട്ടോ ജാനകി നിന്റെ അമ്മയൊന്ന് കാണാനായിട്ട്. നീ അവരെ ഒന്ന് കൂട്ടിക്കൊണ്ടുപോവാ ഞാനൊന്ന് കാണട്ടെ എന്നും പറഞ്ഞുകൊണ്ട് പിന്നെയും കളിയാക്കുക. അപ്പം തമ്പിയുടെ ചിരി കാണണം. നിന്റെ അമ്മയൊന്ന് കാണിച്ചു തരാൻ ഞാനും പ്രാർത്ഥിക്കാമെന്നൊക്കെ അപർണ പറയുമ്പോൾ നന്ദിയുണ്ട് അനിയത്തി എന്ന് നമ്മുടെ ജാനകി അന്നേരം വിളിച്ചു കേട്ടോ. നിന്റെ പ്രാർത്ഥന ദൈവത്തിന് അത് കേട്ടേ തീരും. ചന്ദനം തൊട്ടോളാൻ പറഞ്ഞു. അപ്പോൾ അപർണ ഇങ്ങനെ നോക്കുക കേട്ടോ ജാനകി. അല്ലെങ്കിൽ വേണ്ട ഞാൻ തന്നെ തൊട്ട് തരാം കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ജാനകി ചന്ദനക്കുറിയൊക്കെ അപർണയ്ക്ക് തൊടിയിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ തമ്പിയും അതുപോലെ അപർണ അന്തം വിട്ട് നോക്കുക. നീ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക കേട്ടോ നമ്മുടെ രണ്ടുപേരുടെയും ആഗ്രഹം സഫലമാകാൻ വേണ്ടിയിട്ട് എന്നും പറഞ്ഞുകൊണ്ട് ജാനകി കയറിപ്പോയി. ഇതെന്താ വെച്ചാൽ ഇവൾക്ക് പറ്റിയത്? ഞാൻ എന്തെല്ലാം അവളെ പ്രകോപിപ്പിക്കാൻ വേണ്ടി പറഞ്ഞാലും അവൾ ഒരു അക്ഷരം പോലും തിരിച്ചു പറയുന്നില്ല. ഈ കണക്കിന് പോയ ഇവൾക്ക് മുടു ഭ്രാന്താകുമെന്ന് ഉറപ്പാ. അപ്പം അതിനല്ലടി മോളെ നമ്മളും കാത്തിരിക്കുന്നതെന്ന് തമ്പി. അബിക്ക് ഭാര്യയും കൊണ്ട് പിന്നെ മെൻ്റൽ ഹോസ്പിറ്റലുകളോളം കയറി നടക്കേണ്ടി വരുമെന്നും പറഞ്ഞായി അച്ഛൻ. അതൊക്കെ കേട്ടപ്പോൾ അപർണയ്ക്ക് ഭയങ്കര സന്തോഷം. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ കൊച്ച് അതായത് പൊന്നുകുട്ടി അവിടെ ഇരിക്കുമ്പോഴേക്കും നിരഞ്ജന അങ്ങോട്ടേക്ക് ഹലോ എന്നും പറഞ്ഞു വരും കേട്ടോ. അപ്പോൾ കുഞ്ഞൊറ്റയ്ക്കല്ലേ ഉള്ളൂ, തനിച്ചായിരിക്കുന്നത്. അമ്മയെ കാണാഞ്ഞിട്ടാണോ പൊന്നു ഇവിടെ വന്നിരിക്കുന്നതെന്ന് നിരഞ്ജന വന്ന് ചോദിച്ചു. പൊന്നുവിൻ്റെ അമ്മ ആരെയോ കാണാനുണ്ടെന്നും പറഞ്ഞ് ക്ഷേത്രത്തിൽ നിന്ന് പോയതാണെന്നും ഉടനെ വരും കേട്ടോ എന്ന് നിരഞ്ജന കൊച്ചിനോട് പറഞ്ഞു. അപ്പോൾ കൊച്ച് അതിന് അമ്മ വന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പം വന്നോ? ഇത്ര പെട്ടെന്ന് വന്നോ? പിന്നെന്തിനാ പൊന്നുവിന് ഇത്ര സങ്കടമെന്ന് ചോദിച്ചു അന്നേരം നിരഞ്ജന. ഓ എനിക്ക് മനസ്സിലായി, ക്ഷേത്രത്തിലെ പൊന്നുവിനെ കൊണ്ടുപോകാത്തതിൽ പിണങ്ങിയിരിക്കുകയാണോ മോളെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഒന്നും മിണ്ടുന്നില്ല പൊന്നു. അതിനെ പൊന്നു രാവിലെ തന്നെ ഉറക്കം ഉണർന്ന് എഴുന്നേക്കണ്ടായിരുന്നോ? അതൊക്കെ പോട്ടെ, നമുക്ക് വേറൊരു ദിവസം പോകാം എന്താ? അപ്പോൾ പൊന്നുവിൻ്റെ അമ്മയ്ക്ക് ആരുമില്ല എന്നും പറഞ്ഞ് എല്ലാവരും കളിയാക്കുകയാണെന്ന് പൊന്നു നിരഞ്ജനയോട് അന്നേരം തൻ്റെ സങ്കടം പറഞ്ഞു. അമ്പലത്തിൽ നിന്ന് അമ്മ വന്നപ്പോഴേ അപർണ ചെറിയമ്മയും ചെറിയമ്മയുടെ അച്ഛനും കൂടെ അമ്മയെ കളിയാക്കുന്നത് ഞാൻ കേട്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതെ പൊന്നു ഒരിക്കലും അങ്ങനെയൊന്നും വിചാരിക്കണ്ട കേട്ടോ. പൊന്നുവിൻ്റെ അമ്മയെ പ്രസവിച്ച അമ്മ ഈ ലോകത്ത് തന്നെ ജീവിച്ചിരിപ്പുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ആരും ആ ഒരു അമ്മയെ കണ്ടില്ലല്ലോ എന്ന് നമ്മുടെ പൊന്നു ഇങ്ങനെ പറഞ്ഞു. എന്തിനാ ചെറിയമ്മേ പൊന്നുവിനോട് ഇങ്ങനെയൊക്കെ പറയുന്നതെന്നൊക്കെ ഇങ്ങനെ നമ്മുടെ കൊച്ചു ചോദിക്കുക. പൊന്നു ചെറിയ കുട്ടിയായതുകൊണ്ടാണെന്ന് ചോദിച്ചു. ദേ നമ്മുടെ മോൻ്റെ അമ്മയ്ക്കേ സ്വന്തമായ അമ്മയുണ്ട്. ആ അമ്മയുടെ അരികിൽ നിന്ന് എങ്ങനെയൊക്കെയോ മോളുടെ അമ്മ അകന്നു പോയതാ.
ചെറിയമ്മ പൊന്നുവിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയുന്നൊന്നുമല്ല. ഉടനെ പൊന്നുവിന് അമ്മമ്മയെ കാണാൻ കഴിയുമല്ലോ, സത്യമാണെന്നൊക്കെ പറഞ്ഞു. ദേ അങ്ങനെ പൊന്നുവിൻ്റെ അമ്മാമ്മയെ കാണാൻ കഴിയും. പൊന്നുവിൻ്റെ അച്ചാച്ചൻ പോയപ്പോഴേ പൊന്നുവിൻ്റെ അമ്മാമ്മയെ ദൈവം കൊണ്ട് തന്നില്ലേ, അതായിരുന്നു സംഭവിക്കാൻ പോകുന്നത് കേട്ടോ. അങ്ങനെയൊക്കെ പറഞ്ഞ് നിരഞ്ജന കൊച്ചിനെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും കുഞ്ഞിങ്ങനെ ഇരുന്ന് ആലോചിക്കാം. പൊന്നുകുട്ടി എന്താ ആലോചിക്കുന്നതെന്ന് ചോദിച്ചു. അമ്മാമ്മയെ കൊണ്ടുവന്നാൽ പിന്നെ ആരും പൊന്നുവിൻ്റെ അമ്മയെ സങ്കടപ്പെടുത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് പൊന്നു ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അതേന്നും പറഞ്ഞ് നിരഞ്ജനയും അങ്ങനെ കൊച്ചിനെ പറഞ്ഞ് നല്ല ഇതാക്കിക്കൊണ്ട് അവർ രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ സൂപ്പർ ഹിറ്റ് കഥ കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. ബൈ ബൈ, ടാറ്റാ.